ഏഴിന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഈ സീസണിൽ തെരഞ്ഞെടുത്ത ഈ പറയുന്ന പിള്ളേരെയൊക്കെ കൊള്ളാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് ആര്യന്റെ ബിഹേവിയർ തന്നെയാണ്. എല്ലാ എക്സ്ട്രീമിലും അതൊരു ഫണ്ണാക്കാൻ ആര്യൻ അതിന് നെവിൻ്റെ കണക്ക് ആർട്ടിഫിഷ്യൽ കോമഡിയോ നെവിൻ ശ്രമിക്കുന്ന കണക്ക് മനഃപൂർവ്വം മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യിക്കാനോ അല്ല ആര്യൻ നോക്കുന്നത്. സോ ഇന്നത്തെ ആ ഒരു ടാസ്കിൽ ആര്യൻ കാണിച്ച ആ ഒരു ഫണ്ണ് എനിക്കങ്ങനെ വലിയ കള്ളത്തരമായിട്ടോ അങ്ങനെ പറ്റിക്കലായിട്ടോ തോന്നിയില്ല. അപ്പോൾ ആ ഒരു ടാസ്ക് വളരെ ഗംഭീരമായിട്ട് നടന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അനുമോൾ ഇന്ന് രാവിലെ തൊട്ടേ ഡൗൺ ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ടാസ്ക് വായിക്കാൻ വേണ്ടിയിട്ട് അനുമോളെയാണ് വിളിച്ചത്. അപ്പം ബിഗ് ബോസിന് അനുമോൾ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ രണ്ടിടത്തായിട്ട് ഇങ്ങനെ കൊമ്പ് പോലെ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു വട്ടം അനുമോളുടെ ഈ ഹെയർ സ്റ്റൈൽ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്, കൊള്ളാം എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ആലോചിക്കുകയും ചെയ്തു, ഇന്ന് കറക്റ്റായിട്ട് ഇന്ന് ഹെയർ അങ്ങനെ കിട്ടുന്നത് കണ്ടപ്പോൾ. അങ്ങനെ ടാസ്ക് വായിക്കാനായിട്ട് അനുമോള് ഈ പറയുന്ന കൺഫ്യൂഷൻ റൂമിൽ ചെല്ലുന്നു, കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. അപ്പോൾ അനുമോള് പറഞ്ഞു, അതെ ഞാൻ ഓൾറെഡി ആ ഒരു ആ സംഭവം കണ്ടിട്ടുണ്ട് എന്ന്. അപ്പൊ ബിഗ് ബോസ് ചോദിച്ച് ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് അത് കാണാൻ ആര് പറഞ്ഞ്? അപ്പൊ അനുമോള് പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിയിട്ട്, അല്ല ഞാൻ അങ്ങനെ പോയപ്പോ എന്നെ കണ്ണുകൊണ്ട് വെറുതെ കണ്ടതാണ്, കാണണമെന്ന് വെച്ച് കണ്ടതല്ല. അതുകൊണ്ട് ബിഗ് ബോസ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഒരു പക്ഷേ അത് അനുമോള് ഡൗൺ ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഒന്ന് ചില്ലാക്കുന്നതാണെന്ന് തോന്നി. അതായത് ഓക്കെ കണ്ടതിരിക്കട്ടെ, ഇനിയിപ്പോൾ ആരോടും പറയാനൊന്നും പോകണ്ട എന്ന് പറഞ്ഞു. കുറച്ച് ഫണ്ണായിട്ട് തന്നെയാണ് ആ ഒരു ടാസ്ക് തുടങ്ങിയത്. അനുമോള് വന്നു, ടാസ്ക് ലെറ്റർ വായിച്ചു, എല്ലാവരും ടാസ്കിന്റെ ആ ഒരു ഓട്ടവും ചാട്ടവും എല്ലാം തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പാവം തോന്നിയത് അനീഷിന്റെ കാര്യത്തിലാണ്. അനീഷ് ഓൾറെഡി കുറച്ച് കോൺവെർസേഷൻസിനൊക്കെ ഈ ലൈവിൽ നടന്നായിരുന്നു കേട്ടോ. അക്ബർ, നെവിൻ, ആര്യൻ ഇവരൊക്കെ ആയിട്ട് അനീഷിന് കുറച്ച് കോൺവെർസേഷനൊക്കെ ഉണ്ടായി. അത് വേറെ കുറച്ച് ടോക്കാണ്. അതായത് അദ്ദേഹം ഒരു കർഷകനാണ്, അപ്പോൾ മൊബൈലൊക്കെ ഓണാക്കി ലൈവൊക്കെ എടുത്ത് ഈ ഒരു നാടൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ അവിടെ അനീഷിന്റെ നാടൊക്കെ കാണിച്ചു കൊടുക്കുന്ന കഥയൊക്കെ പറയുമ്പോഴത്തേക്ക് അക്ബർ പറയുന്നുണ്ടായിരുന്നു,